നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശൂർ കോർപ്പറേഷൻ മേയറാകും. എ പ്രസാദ് ഡെപ്യൂട്ടി മേയർ. എതിർപ്പുകളില്ലാതെയാണ് തീരുമാനമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ക്രിസ്മസ് ദിനത്തിൽ കിട്ടിയ സമ്മാനമാണ് മേയർ സ്ഥാനമെന്ന് ഡോക്ടർ നിജി ജസ്റ്റിൻ. ഏവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുമെന്നും പ്രതികരണം. തൃശൂരിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ലക്ഷ്യമെന്ന് എ പ്രസാദ്. കൊണ്ടാഴി കായാമ്പൂവത്ത് തീപിടുത്തം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പരിധിയിലുള്ള സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കാട്ടൂർ തെക്കുംപാടത്ത് 4 ഏക്കറോളം നെൽകൃഷി വെള്ളം ലഭിക്കാതെ ഉണങ്ങുന്നു. കർഷക സംഘത്തിന് പണമടച്ചിട്ടും വെള്ളം നൽകുന്നില്ലെന്ന് പരാതി. വാർത്തകൾ വിശദമായി. ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശൂർ കോർപ്പറേഷൻ മേയറാകും. എ പ്രസാദാണ് ഡെപ്യൂട്ടി മേയർ. എതിർപ്പുകളില്ലാതെയാണ് തീരുമാനമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. കിഴക്കുംപാട്ടുകര ഡിവിഷനിൽ നിന്നാണ് നിജി ജസ്റ്റിൻ മത്സരിച്ച് വിജയിച്ചത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ച നിജി നിലവിൽ DCC വൈസ് പ്രസിഡന്റാണ്. KPCC സെക്രട്ടറിയും സിവിൽ സ്റ്റേഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ച എ പ്രസാദ് ഡെപ്യൂട്ടി മേയറാകും. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റാണ് പ്രഖ്യാപനം നടത്തിയത്. മേയർ, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനത്തേക്ക് ഡോക്ടർ നിജി ജസ്റ്റിനെയാണ് ഞങ്ങൾ മേയർ സ്ഥാനത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഡെപ്യൂട്ടി മേയറായി ഇപ്പൊ KPCCയുടെ സെക്രട്ടറിയായി ദീർഘകാലം സേവനമനുഷ്ഠിക്കുന്ന ശ്രീ എ പ്രസാദിനെയാണ് ഡെപ്യൂട്ടി മേയറായി ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് തൃശൂർ നഗരവാസികൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകുന്ന ക്രിസ്മസ് പുതുവത്സര സമ്മാനമാണ്. KPCCയുടെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. തർക്കങ്ങളുണ്ടെന്ന പ്രചരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ജോസഫ് ടാജറ്റ് പറഞ്ഞു. പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇത് നീണ്ടുപോകുന്നത് എന്നുള്ള വലിയ വാർത്ത മാധ്യമങ്ങൾ വരികയുണ്ട്. സത്യത്തെ കണ്ണടച്ച് കാണുന്നത് ശരിയല്ല. ഞങ്ങൾക്കുള്ള നിർദ്ദേശപ്രകാരം സ്വയറിംഗ് സെറിമണി കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ പ്രൊസീഡിങ്സ് ആരംഭിച്ചത്. 21 ഈവനിങ്ങിന് കോർ കമ്മിറ്റി മീറ്റിംഗ് ചേർന്നു. 22 പാർലമെന്ററി പാർട്ടി യോഗം ചേർന്നു. അതിനിടയിൽ വ്യക്തിപരമായി കൗൺസിലേഴ്സായിട്ടുള്ള കൂടിക്കാഴ്ച നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിൽ 23 തീയതി വീണ്ടും കോർ കമ്മിറ്റി യോഗം ചേർന്നു. റിപ്പോർട്ട് സഹിതം ബഹുമാനപ്പെട്ട KPCC നേതാക്കന്മാരായി സംസാരിച്ചു. ഇന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ നടപടിക്രമത്തിൽ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ആരെയും ഒഴിവാക്കിയിട്ടില്ലല്ലോ. ഞങ്ങൾക്ക് 19 വനിതാ കൗൺസിലേഴ്സ് ഉണ്ട്. എല്ലാവരും അർഹരാണ്, യോഗ്യരാണ്. പക്ഷെ പാർട്ടി ഒരാളെ ഒരു സമയത്താക്കാൻ പറ്റും. അതേസമയം മേയർ സ്ഥാനത്തേക്ക് ലാലി ജെയിംസ്, സുബി ബാബു എന്നിവരുടെ പേരുകളും പരിഗണനയിലുണ്ടായിരുന്നു. TCV തൃശൂർ. ക്രിസ്മസ് ദിനത്തിൽ കിട്ടിയ സമ്മാനമാണ് മേയർ സ്ഥാനമെന്ന് ഡോക്ടർ നിജി ജസ്റ്റിൻ. എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുമെന്നും നിജി ജസ്റ്റിൻ TCVയോട് പ്രതികരിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ ഭരണം ഇനി നിജി ജസ്റ്റിന്റെ കൈകളിലാണുള്ളത്. വളരെ സന്തോഷമുണ്ട് എനിക്കിങ്ങനെ ഈ ക്രിസ്മസ് ദിനത്തിൽ തന്നെ ഇങ്ങനൊരു പദവി എന്നെ കോൺഗ്രസ് പാർട്ടി എന്നെ ഏൽപ്പിച്ചതിൽ വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് ഞങ്ങൾ കൂട്ടായ റെസ്പോൺസിബിലിറ്റി, കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് അത് മുന്നോട്ട് പോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ഒരു കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം എങ്ങനെയാണ് നമ്മുടെ തൃശ്ശൂർ നഗരത്തിനെ മൊത്തത്തിലൊന്ന് മാറ്റാൻ പോകുന്നത്? ഞങ്ങളുടെ DCC നേതൃത്വം അതുപോലെ തന്നെ പാർലമെൻ്ററി പാർട്ടി യോഗം കൂടി തീരുമാനിച്ച് കൂടെയുള്ള എല്ലാ കൗൺസിലേഴ്സിൻ്റെയും അഭിപ്രായങ്ങൾ ഏകോപിപ്പിച്ച് ഒരുമിച്ച് തൃശ്ശൂരിൻ്റെ അടിസ്ഥാനപരമായ വികസനം ഒരു വശത്ത്, സമഗ്രമായ വികസനം ഒരു വശത്ത്, മറുവശത്ത് ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തുകൊണ്ട് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ മേഡത്തിൻ്റെ ഒപ്പം ഈ ഒരു ലിസ്റ്റിൽ ബാക്കി 2 പേരും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ 19 വനിതാ കൗൺസിലേഴ്സാണ് നമുക്കിപ്പോൾ വിജയിച്ചു വന്നത്. 19 പേരും മേയറാവാൻ കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ്. അതിൽ 3 പേരുടെ പേരാണ് ഫൈനൽ ലിസ്റ്റിലേക്ക് വന്നത്. KPCCയുടെ സർക്കുലർ പ്രകാരവും KPCC കിട്ടിയ നിർദ്ദേശം പ്രകാരം DCC എല്ലാ കൗൺസിലേഴ്സിനെയും കണ്ട് അവരുടെ അഭിപ്രായം ഏകോപിപ്പിച്ചുകൊണ്ടാണ്
ഇതൊരു തീരുമാനത്തിലേക്ക് എത്തിക്കുന്നത്. കാത്തിരിപ്പിന് അവസാനമിട്ടുകൊണ്ട് ജനങ്ങളുടെ പ്രതീക്ഷകളെയും നഗരത്തിന്റെ വികസന സ്വപ്നങ്ങളെയും ഒരുപോലെ ചുമലിലേറ്റിക്കൊണ്ടാണ് തൃശൂർ കോർപ്പറേഷന്റെ പുതിയ മേയർ അധികാരത്തിലേറാൻ പോകുന്നത്. ക്യാമറമാൻ പ്രവീണിനൊപ്പം സൂര്യപ്രകാശ്, TCV ന്യൂസ്. വിദ്യാർത്ഥി യുവജന രംഗത്തെ തീക്ഷ്ണ സമരങ്ങളുടെ അനുഭവങ്ങളുമായാണ് എ പ്രസാദ് കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് വരുന്നത്. ജനങ്ങൾക്കൊപ്പം നിന്ന് തൃശൂരിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ലക്ഷ്യമെന്ന് എ പ്രസാദ് പറഞ്ഞു. ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു ഡെപ്യൂട്ടി മേയറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പം എങ്ങനെ കാണുന്നു ഈ ഒരു സന്തോഷത്തെ? തീർച്ചയായും സന്തോഷകരമായ നിമിഷം തന്നെയാണ്. കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ ഒരു സാധാരണ പ്രവർത്തകനായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കടന്ന വ്യക്തിയാണ് ഞാൻ. എന്നെ സംബന്ധിച്ച് പാർട്ടി ഇത്തരമൊരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുമ്പോൾ തീർത്തും സന്തോഷമുണ്ട്. തീർച്ചയായും ജനങ്ങളും പാർട്ടിയും ഏൽപ്പിക്കുന്ന ഈ ഉത്തരവാദിത്വം ആ വിശ്വാസത്തോടു കൂടി തന്നെ സംരക്ഷിച്ച് മുന്നോട്ട് പോകും. ഇനി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കാൻ പോകുന്നത്? അല്ല, കഴിഞ്ഞ 10 വർഷക്കാലം കോർപ്പറേഷനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണമായിരുന്നു. ജനങ്ങളെ കേൾക്കാതെ അല്ലെങ്കിൽ ജനങ്ങളുടെ വികാരങ്ങളെ മാനിക്കാതെ ധിക്കാരപരമായ സമീപനവുമായിട്ടാണ് 10 വർഷക്കാലം LDFിൻ്റെ ഭരണം മുന്നോട്ട് പോയത്. ആ ഭരണത്തിനെതിരായ ജനങ്ങളുടെ വിധിയെഴുത്തുകൂടിയാണ് ഐക്യജനാധിപത്യ മുന്നണിയുടെ UDFിൻ്റെ വൻ വിജയം എന്ന് പറയുന്നത്. UDFിന് വലിയ തോതിലുള്ള വോട്ടും സീറ്റും നൽകിയാണ് ജനങ്ങൾ കോൺഗ്രസിനെ UDFിനെ സ്വീകരിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും ആ ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസും UDFിൻ്റെ നേതൃത്വം മുന്നോട്ട് കൊണ്ടുപോകും. ജനങ്ങളെ കേട്ടുകൊണ്ട്, നഗരത്തിലെ ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടുകൊണ്ട്, അവരെ ഉൾക്കൊണ്ടുകൊണ്ട്, അവർ വികാരത്തെ മാനിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് ഭരണം മുന്നോട്ട് കൊണ്ടുപോകും. നഗരസഭകളിലേക്കുള്ള അധ്യക്ഷന്മാർക്കുള്ള ചർച്ച സജീവം. 4 നഗരസഭകളിലെ അധ്യക്ഷ പദവികളിൽ തീരുമാനമായി. കൊടുങ്ങല്ലൂരിൽ CPIയുടെ ഹണി പീതാംബരൻ ചെയർപേഴ്സണാകും. ഗുരുവായൂർ നഗരസഭയിൽ സുനിത അരവിന്ദൻ ചെയർപേഴ്സണും CPIയിലെ KK ജ്യോതിരാജ് വൈസ് ചെയർമാനുമാകും. MP ജാക്സണാണ് ഇരിഞ്ഞാലക്കുട നഗരസഭ ചെയർമാനാവുക. വൈസ് ചെയർമാൻമാരായി ആദ്യ 2.5 വർഷം ചിന്താ ധർമ്മരാജനും തുടർന്ന് സുജ സജീവ് കുമാറും പദവി പങ്കുവയ്ക്കും. ചാവക്കാട് നഗരസഭയിൽ AH അക്ബർ ചെയർമാനും CPMലെ ബിൻസി സന്തോഷ് വൈസ് ചെയർപേഴ്സണുമാകും. തർക്കം രൂക്ഷമായ ചാലക്കുടിയിൽ ചെയർപേഴ്സണായി ആലീസ് ഷിബുവിനും വൈസ് ചെയർമാനായി KV പോളിനുമാണ് സാധ്യത. വടക്കാഞ്ചേരിയിൽ CPMലെ മിനി അരവിന്ദൻ ചെയർപേഴ്സണായേക്കും. കൊണ്ടാഴി കായാമ്പൂവത്ത് കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പരിധിയിലുള്ള സ്ഥലത്ത് തീപിടുത്തം. KFDC ജീവനക്കാർ ഉണങ്ങിയ പുല്ല് കത്തിച്ച് ഫയർ ലൈൻ ഇട്ടിരുന്നു. ഇതിൽ നിന്നും ബാക്കിയുള്ള പ്രദേശത്തേക്ക് കാറ്റിൽ തീ പടർന്നുവെന്നാണ് നിഗമനം. വിവരമറിഞ്ഞെത്തിയ വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഉദ്യോഗസ്ഥർ തീയണച്ചു. കാട്ടൂർ തെക്കുംപാടത്ത് 4 ഏക്കറോളം നെൽകൃഷി വെള്ളം ലഭിക്കാതെ ഉണങ്ങുന്നു. തേക്കുമൂല സ്വദേശി വിനോദ് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത 4 ഏക്കറോളം സ്ഥലത്തെ 50 ദിവസത്തിലധികം പ്രായമായ നെൽച്ചെടികളാണ് ശരിയായി വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ഉണക്കത്തിലായത്. കർഷക സംഘത്തിന് പണമടച്ചിട്ടും വെള്ളം നൽകാത്തതിനെ തുടർന്നാണ് നെൽകൃഷി ഉണങ്ങാൻ കാരണമെന്ന് വിനോദ് പറഞ്ഞു. ഇതിപ്പോൾ 55 ദിവസമായി നട്ടിട്ട് 1 മാസമായിട്ട് വെള്ളം കിട്ടിയിട്ടില്ല. വെള്ളം ഇല്ലാണ്ട് കണ്ടത്തിൻ്റെ ഉയർന്ന ഭാഗങ്ങളിലുള്ള ഞാറുകൾ നെല്ലുകളൊക്കെ ഇങ്ങനെ ഉണക്കം ബാധിച്ചു തുടങ്ങി. ഇതുവരെയും വെള്ളം ഇന്നടിക്കാം നാളടിക്കാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലാണ്ട് നമുക്ക് വെള്ളം കിട്ടുന്നില്ല. ഈ ഏരിയയിൽ ഒരു 4 ഏക്കർ മാത്രമേ. പുത്തൻപീടികയിൽ മുറ്റിച്ചൂർ റോഡിന് സമീപം ബുള്ളറ്റ് അപകടത്തിൽ യുവാവ് മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. അന്തിക്കാട് സ്വദേശി 32 വയസ്സുള്ള ചിരിയങ്കണ്ടത്ത് റിറ്റ്സാണ് മരിച്ചത്. ബുള്ളറ്റ് മതിലിൽ ഇടിച്ചാണ് അപകടമെന്നാണ് പ്രാഥമിക നിഗമനം. മഞ്ഞപ്പിത്തം സ്വദേശി അറയ്ക്കവീട്ടിൽ സഫീർ, അന്തിക്കാട് സ്വദേശി മടയങ്ങാട്ടിൽ സ്വാലിഹ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും റിറ്റ്സ് മരിച്ചിരുന്നു. കൂടുതൽ വിജയങ്ങൾ സ്വന്തമാക്കിയ BJPയെ തോൽപ്പിക്കാനുള്ള ത്വര മറ്റുള്ളവർക്ക് ഇനി കൂടുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. BJP തൃശൂർ സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ ജന്മദിനാഘോഷമായ സദ്ഭരണ ദിനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരവും തൃപ്പൂണിത്തുറയും തിരുവില്ലാമലയും പിടിച്ചെടുത്തതിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മളിലേക്ക് തോൽവി അടിച്ചേൽപ്പിക്കാൻ ശ്രമമുണ്ടാകും. നമ്മളെ ഇല്ലാതാക്കുകയാണ് അവരുടെ പണി. അതിന് 58ന്റെ പണി തിരിച്ചു കൊടുക്കണം. തിരുവനന്തപുരവും തൃപ്പൂണിത്തുറയും തിരുവില്ലാമല പൂർവാധികം ശക്തിയോടെ പിടിച്ചെടുത്തതിന്റെ പശ്ചാത്തലത്തിൽ നമുക്ക് നേരെ തോൽവി അടിച്ചേൽപ്പിക്കാനുള്ള ത്വര 100 മടങ്ങ് അവർക്ക് വർദ്ധിച്ചിട്ടുണ്ട്.
തന്റെ കണക്കുകൂട്ടലിൽ ഈ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ 15 ഡിവിഷനുകൾ BJP പിടിച്ചടക്കി. അതിൽ നിന്ന് ഇനി 30ലേക്ക് ഉയർത്തുകയാണ് ലക്ഷ്യം. കോർപ്പറേഷനിൽ എൻ്റെ കണക്കുകൂട്ടലിൽ ഇപ്പോഴും നമ്മൾ 15 കൗൺസിലുകൾ പിടിച്ചടക്കിയിരിക്കുക തന്നെയാണ്. 15 എണ്ണം നമുക്കിപ്പോഴും ഉണ്ട് എന്നുള്ള ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം. ആ 15-ൽ നിന്ന് വേണം നമുക്കിനി ഒരു 30ലേക്കുള്ള കുതിപ്പ്. പുലിക്കളി സംഘങ്ങൾക്കുള്ള കേന്ദ്ര ഫണ്ട് നൽകാത്തതാണോ അയ്യന്തോളിലെ തോൽവിക്ക് കാരണമെന്ന് സംശയിക്കുന്നു. അത് നിയമമാണ്. സംസ്ഥാന സർക്കാരാണ് ആദ്യം പണം നൽകേണ്ടത്. തുടർന്ന് തെളിവുകൾ സഹിതം കേന്ദ്രത്തെ ധരിപ്പിക്കുമ്പോഴാണ് റീഇംബേഴ്സ്മെന്റായി സംസ്ഥാനത്തിന് ആ ഫണ്ട് ലഭിക്കുകയുള്ളൂവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. രേഖാമൂലം എൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ ഒപ്പിട്ട് അറിയിച്ചിട്ടുണ്ട് കേരള സർക്കാർ. അത് കൊടുത്ത് കൃത്യമായി അതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടും ഈ പുലിക്കളി സംഘങ്ങളുടെ പ്രകടനത്തിൻ്റെ ഒരു വിഷ്വൽ ഓഡിറ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അത് അവിടെ നിന്ന് കിട്ടുന്നത്. ആ കാശ് കേരള സർക്കാർ ആദ്യം കൊടുക്കണം, ടൂറിസം വകുപ്പ് ആദ്യം കൊടുക്കണം. അതിൻ്റെ റീഇംബേഴ്സലാണ് ഈ ഒരു ധാരണയിൽ അറിയിച്ചിരിക്കുന്നത്. അത് കൊടുക്കുന്നതിന്റെ പിറ്റേന്ന് ഞാൻ മേടിച്ചു കൊടുക്കാം. അവരത് തയ്യാറാകാഞ്ഞത് എന്തുദ്ദേശത്തിലാണ്? ആ ഉദ്ദേശത്തിൽ ഒരുപക്ഷെ അയ്യന്തോൾ എന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് പോലും സംശയിക്കുന്നുണ്ട്. നമോഭവനിൽ നടന്ന ചടങ്ങിൽ BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, സംസ്ഥാന സെക്രട്ടറി A. നാഗേഷ്, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. ഇരിഞ്ഞാലക്കുടയിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ കേസിൽ സ്റ്റേഷൻ റൌഡി അറസ്റ്റിൽ. 12 ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഈസ്റ്റ് കോമ്പാറ സ്വദേശി ചെറുപറമ്പിൽ മിഥുനാണ് അറസ്റ്റിലായത്. ഇരിഞ്ഞാലക്കുട SIമാരായ അഭിലാഷ്, സോജൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയ്ക്കിടെ ആയിരുന്നു കേസിനാസ്പദമായ സംഭവം. കേരള ഫോക്ലോർ യുവപ്രതിഭാ പുരസ്കാരം കുട്ടൻ വയലി എന്നറിയപ്പെടുന്ന സുജിൽ കുമാറിന് കഴിഞ്ഞ ദിവസമാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ അവാർഡുകൾ പ്രഖ്യാപിച്ചത്. നാടൻ കലാമേഖലയിലെ 25 വർഷത്തെ പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് പുരസ്കാരം. ആറങ്ങോട്ടുകര സ്വദേശിയായ സുജിൽ കുമാർ കഴിഞ്ഞ 25 വർഷക്കാലമായി കലാമേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു. വയലി ആറങ്ങോട്ടുകര എന്ന കലാസംഘടനയുടെ തുടക്കക്കാരിൽ ഒരാളാണ്. നാട്ടുപകരണങ്ങളുടെ വാദനത്തിലും മുളവാദ്യ ഗവേഷണത്തിലും പ്രവർത്തിച്ചു വരുന്നു. നേരത്തെ കലാഭവൻ മണി ഫൗണ്ടേഷന്റെ പുരസ്കാരവും സുജിൽ കുമാറിന് ലഭിച്ചിരുന്നു. TCV ചെറുതുരുത്തി ബ്യൂറോ റിപ്പോർട്ടറാണ് സുജിൽ. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. ക്രിസ്മസ് ദിനത്തിൽ തെരുവു മക്കളെ ഊട്ടുന്ന ജേക്കബിന്റെ സബര്യയ്ക്ക് 3 പതിറ്റാണ്ടിന്റെ തിളക്കം. പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ജേക്കബിന്റെ വീട്ടുമുറ്റത്ത് കേക്ക് മുറിച്ചും ആടിയും പാടിയുമാണ് 350ഓളം വരുന്ന തെരുവു മക്കൾ ക്രിസ്മസ് ആഘോഷിച്ചത്. പാലയൂർ ഇമ്മാനുവേൽ ജീവകാരുണ്യ സമിതി എന്ന സംഘടനയുടെ ഡയറക്ടറാണ് CL ജേക്കബ്. കഴിഞ്ഞ 30 വർഷമായി ഇയാൾ ക്രിസ്മസിന് വീട്ടുമുറ്റത്ത് വലിയ പന്തലൊരുക്കി തെരുവു മക്കളെ ക്ഷണിക്കും. അപൂർവമായി കിട്ടുന്ന ഈ അവസരം തെരുവു മക്കൾ ആടിയും പാടിയും കെങ്കേമമാക്കും. ബൈബിൾ വചനം ഉൾക്കൊണ്ടാണ് ജേക്കബിന്റെ പുണ്യപ്രവൃത്തി. തെരുവിൽ അവശത അനുഭവിക്കുന്നവർക്കും ജേക്കബ് അത്താണിയാണ്. ഇത്തരക്കാരെ കുളിപ്പിച്ച് വൃത്തിയാക്കി ആശുപത്രികളിലും തുടർന്ന് അഗതി മന്ദിരങ്ങളിലുമാക്കും. 1000ഓളം പേർക്ക് ഇത്തരത്തിൽ ആശ്വാസമേകിയിട്ടുണ്ട്. മെൽബൺ രൂപത പ്രഥമ മെത്രാൻ മാർ ബോസ്കോ പുത്തൂർ ഇത്തവണത്തെ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പാലയൂർ പള്ളി വികാരി ഫാദർ ഡേവിസ് കണ്ണമ്പുഴ ഭക്ഷണം ആശീർവദിച്ചു. ഫാദർ ഫ്രാൻസിസ് വാഴപ്പള്ളി അധ്യക്ഷത വഹിച്ചു.
PI ലാസർ, KPA റഷീദ്, CK ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, ഗുരുവായൂർ. ബെത്ലേഹം യാത്ര എന്ന പേരിൽ പറപ്പൂരിൽ ഒരുക്കിയ പുൽക്കൂട് ശ്രദ്ധേയമായി. ചിറ്റിലപ്പിള്ളി വീട്ടിൽ ഓമന, മക്കളായ ഡിസ്നി, ജിൻഡോ എന്നിവർ ചേർന്നാണ് മനോഹരമായ പുൽക്കൂട് ഒരുക്കിയിട്ടുള്ളത്. പഴമയും തനിമയും ഇഴചേർത്ത് ആവിഷ്കരിച്ചിട്ടുള്ള പുൽക്കൂടിന്റെ ദൃശ്യവിരുന്ന് ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിച്ചേരുന്നത്. 2 മാസത്തെ പരിശ്രമം കൊണ്ടാണ് 10 മീറ്റർ നീളവും 8 മീറ്റർ വീതിയുമുള്ള സ്ഥലത്ത് പുൽക്കൂടിന്റെ വർണ്ണക്കാഴ്ചകൾ ഒരുക്കിയിട്ടുള്ളത്. മഞ്ഞു വീണുകിടക്കുന്ന ഗ്രാമവും കൃഷിയിടവും കുളവും വീടുകളും കിണറും പാറക്കൂട്ടങ്ങളും ബെത്ലഹേം യാത്രയിൽ ഒരുക്കിയിട്ടുണ്ടെന്ന് ഡിസ്നി പറഞ്ഞു. ഒരു ഗ്രാമീണത വരുന്ന രീതിയിലാണ് നമ്മളിത് ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൽ മഞ്ഞുകളുണ്ട്, കുന്നുകളുണ്ട്, അതേപോലെ വയലുകളുണ്ട്, തോടുകളുണ്ട്, മരുഭൂമിയുണ്ട്. അങ്ങനെ പല രീതിയിലാണ് നമ്മളിത് ക്രമീകരിച്ചിട്ടുള്ളത്. പഴയ കാലത്ത് കുറേ കാര്യങ്ങൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളത് 20 വർഷമായിട്ട് നമ്മളിത് ചെയ്തു വന്നിരുന്ന ഒരു കാര്യമാണ്. കപ്പലിൽ ജോലി ചെയ്യുന്ന ഡിസ്നി ക്രിസ്തുമസ് അവധിക്ക് നാട്ടിലെത്തുന്നത് തന്നെ പുൽക്കൂട് നിർമ്മിക്കാനാണെന്ന് പറയാം. വർഷങ്ങളായി വീട്ടിൽ വലിയ പുൽക്കൂട് നിർമ്മിക്കുന്ന ഡിസ്നി ഓരോ വർഷവും വ്യത്യസ്തവും നൂതനവുമായ ആശയങ്ങളാണ് കണ്ടെത്തുക. സോഷ്യൽ മീഡിയയിലും ഇവരുടെ ബെത്ലഹേം യാത്രാ പുൽക്കൂട് സൂപ്പർ ഹിറ്റാണ്. TCV ന്യൂസ്, പാവറട്ടി. പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ ക്രിസ്തുമസ് തിരുക്കർമ്മങ്ങൾക്ക് ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ക്ലിന്റ് പാണേങ്ങാടൻ, ഫാദർ അഗസ്റ്റിൻ കുളപ്പുറം എന്നിവർ സഹകാർമ്മികരായി. ആഘോഷങ്ങളുടെ ഭാഗമായി തീർത്ഥകേന്ദ്രത്തിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ഈവ് വർണ്ണാഭമായി. സെന്റ് ഫ്രാൻസിസ് സ്കൂൾ മാനേജർ ഫാദർ അഗസ്റ്റിൻ കുളപ്പുറം ഉദ്ഘാടനം ചെയ്തു. നാനോ പുൽക്കൂട് മത്സരവും നക്ഷത്ര മത്സരവും ഗോൾഡ് കോയിൻ ഗിഫ്റ്റ് ട്രീയും സംഘടിപ്പിച്ചിരുന്നു. ചാവക്കാട് ബീച്ച് ലവേഴ്സിന്റെ നേതൃത്വത്തിൽ ബ്ലാങ്ങാട് ബീച്ചിൽ ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി ബീച്ചിലെ ശുചീകരണ തൊഴിലാളികൾക്ക് ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു. ചാവക്കാട് SHO VV വിമൽ ഉദ്ഘാടനം നിർവഹിച്ചു. ബീച്ച് ലവേഴ്സ് ചീഫ് കോർഡിനേറ്റർ നൌഷാദ് തക്കുമ്പുറം അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് നഗരസഭാ കൌൺസിലർമാരായി തെരഞ്ഞെടുക്കപ്പെട്ട KP രഞ്ജിത് കുമാർ, അഡ്വക്കേറ്റ് ഹിബ മിഷിഹാദ് എന്നിവർക്ക് ചടങ്ങിൽ സ്വീകരണം നൽകി. മച്ചാട് സെയിന്റ് ആന്റണീസ് പള്ളിയിലെ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ട്രീ ഗ്രാമം സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ ജോജോ എടത്തിരുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്രസമിതി പ്രസിഡന്റ് ജോജു എലുവത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. പള്ളിയുടെ ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ക്രിസ്തുമസ് ട്രീ ഗ്രാമത്തിൽ ഇടവകയിലെ 26 കുടുംബ യൂണിറ്റുകൾ പങ്കെടുത്തു. മത്സരത്തിൽ സെയിന്റ് സെബാസ്റ്റ്യൻസ് യൂണിറ്റ് 1ാം സ്ഥാനവും സെയിന്റ് അഗസ്റ്റിൻ യൂണിറ്റ് 2ാം സ്ഥാനവും നേടി. ട്രസ്റ്റിമാരായ രാജൻ കാട്ടുകുടി, നിക്സൺ ആലപ്പാട്ട്, ചാൾസ് ആലപ്പാട്ട്, ജോൺ കല്ലിങ്ങേൽ, കേന്ദ്രസമിതി ഭാരവാഹികളായ ജോണി ചിറ്റിലപ്പള്ളി, ജോൺസൺ ചിറക്കേക്കാരൻ, ബ്രദർ ജീസ്മോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പാവറട്ടി പ്രസ് ഫോറം ക്രിസ്തുമസ് ആഘോഷിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MK അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഫോറം പ്രസിഡന്റ് TT മുനേഷ് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി ബിജോയ് പെരുമാട്ടിൽ, ട്രഷറർ K സുനിൽകുമാർ, ജോഷി വാഴപ്പുള്ളി, അബ്ബാസ് വീരാവുണ്ണി, PA അഖിൽ തുടങ്ങിയവർ സംസാരിച്ചു. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. തിരുപ്പിറവിയുടെ ശുശ്രൂഷകൾക്ക് ഫൊറോന വികാരി ഫാദർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ സഹകാർമ്മികരായി. ഉണ്ണിയേശുവിന്റെ തിരുസ്വരൂപം വഹിച്ചുള്ള പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. രാജരാജൻ ഭൂജാതനായി ലോകരക്ഷകനാഗതനായി മാറ്റൊലിയോടെ. വേലൂർ RMS ബഡീസിന്റെ ക്ലബിൽ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ട്രീ ആഘോഷിച്ചു. നിരവധി പേർ ആഘോഷങ്ങളിൽ പങ്കാളികളായി. ഇത് 3ാം വർഷമാണ് വേലൂർ RMS ക്ലബിന്റെ നേതൃത്വത്തിൽ ക്രിസ്തുമസ് ആഘോഷം സംഘടിപ്പിക്കുന്നത്. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. ഫൊറോന വികാരി ഫാദർ ജോഷി ആളൂർ മുഖ്യ കാർമ്മികനായി. സഹവികാരി ഫാദർ ജീസ് അക്കരപ്പട്ടിയയ്ക്കൽ ക്രിസ്തുമസ് സന്ദേശം നൽകി. കൈക്കാരന്മാരായ KA ബേബി, MK ജോഷി, KA രാജു, ജോയ് ആന്റണി എന്നിവർ നേതൃത്വം നൽകി.
പുത്തൂർ സെയിന്റ് തോമസ് ഫൊറോന പള്ളിയിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. പാതിര കുർബാനയ്ക്ക് വികാരി ഫാദർ ജോജു പനയ്ക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ റെജി ഞരളത്തുകാരൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു. കരോൾ ഗാന മത്സരവും പുൽക്കൂട് മത്സരവും നടന്നു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. ഗുരുവായൂർ ബ്രഹ്മകുളം സെയിന്റ് തോമസ് ഇടവകയിൽ ക്രിസ്തുമസ് കരോൾ സംഘടിപ്പിച്ചു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ സി പ്രേമാനന്ദ കൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. 20ഓളം പാപ്പാമാർ കരോളിൽ അണിനിരന്നു. സമാപന സമ്മേളനത്തിൽ വികാരി ഫാദർ ഡേവിസ് പനംകുളം അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന പാതിര കുർബാനയിലും പ്രദക്ഷിണത്തിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. തിരുക്കർമ്മങ്ങൾക്ക് വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര കാർമ്മികത്വം വഹിച്ചു. കുടുംബ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ നക്ഷത്ര മത്സരവും കരോൾ ഗാനാലാപന മത്സരവും ഉണ്ടായി. കുട്ടികളുടെ നേതൃത്വത്തിൽ ബോൺനത്താലെ ഫ്ലാഷ് മോബും സ്നേഹവിരുന്നും നടന്നു. 25 അടി ഉയരത്തിൽ നിർമ്മിച്ച ക്രിസ്തുമസ് ട്രീയും 12 അടി ഉയരത്തിൽ തയ്യാറാക്കിയ നക്ഷത്രവും ആകർഷകമായി. ആർത്താറ്റ് കത്തീഡ്രലിൽ യെൽദോ പെരുന്നാൾ ആഘോഷിച്ചു. ചടങ്ങുകൾക്ക് വികാരി VM സാമുവേൽ, സഹവികാരി ഫാദർ ജോസഫ് ജോർജ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ട്രസ്റ്റി CI റെജി, സെക്രട്ടറി KS ബെന്നി എന്നിവർ നേതൃത്വം നൽകി. വെള്ളറക്കാട് സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിൽ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയ്ക്കും തിരുപ്പിറവി ശുശ്രൂഷകൾക്കും ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി കാർമ്മികനായി. തുടർന്ന് ഉണ്ണിയേശുവിന്റെ തിരുസ്വരൂപം പ്രദക്ഷിണത്തോടെ പുൽക്കൂട്ടിൽ സ്ഥാപിച്ച് ആശീർവദിച്ചു. കൈക്കാരന്മാരായ ജോഷി തീർമഠം, അനുജിത്ത് ചിറ്റിലപ്പള്ളി, ജോർജ് വാഴപ്പള്ളി, റിൻഡോ പുലിക്കോട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളറക്കാട് സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ KCYM സംഘടന നിർമ്മിച്ച പുൽക്കൂട് ആകർഷകമായി. 10 അടി ഉയരമുള്ള മാലാഖയും 2 അടി നീളവും 3 അടി വീതിയുമുള്ള ബൈബിളുമാണ് പ്രധാന ആകർഷണം. മേഘങ്ങളും മഞ്ഞും മലയും നീരുറവയും വീടുകളും കൊട്ടാരങ്ങളും പുൽക്കൂട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. സംഘടനയിലെ 20 പേർ ചേർന്ന് 2 ആഴ്ച സമയമെടുത്താണ് പുൽക്കൂടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. വെള്ളറക്കാട് സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പള്ളിയിൽ പിതൃവേദി സംഘടനയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ക്രിസ്തുമസ് ട്രീ ശ്രദ്ധേയമായി. 1 ടൺ സ്റ്റീൽ സെക്ടറിൽ സ്ഥാപിച്ചിട്ടുള്ള ക്രിസ്തുമസ് ട്രീക്ക് 30 അടിയോളം ഉയരമുണ്ട്. മരപ്പടി സ്വദേശി കൃഷ്ണകുമാർ, പന്നിത്തടം സ്വദേശി VK റഹീം, ജെമി, വിഷ്ണു എന്നിവരുടെ സഹകരണത്തോടെയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ക്രിസ്തുമസിനോടനുബന്ധിച്ച് ഇടവകയിലെ 3 കുടുംബങ്ങൾക്ക് ജീവകാരുണ്യ സഹായവും നൽകി. ഇടവക വികാരി ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി, PJ ബൈജു, സിജോ ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകമായ കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനത്തിന്റെ നവീകരണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഭരണസമിതി അറിയിച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കവിഗൃഹത്തിലെ ശോചനീയാവസ്ഥ പരിഹരിച്ച് മേൽക്കൂര ഉൾപ്പെടെ തനിമ നിലനിർത്തി നവീകരിക്കാനാണ് തീരുമാനം. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്കായി 39,20,000 രൂപയാണ് സർക്കാർ അനുവദിച്ചിട്ടുള്ളത്. നവീകരണത്തിന്റെ ഭാഗമായി ഹാബിറ്റാറ്റ് ടെക്നോളജി എഞ്ചിനീയർ ശ്രീജിത്ത് പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം കലക്കത്ത് ഭവനം സന്ദർശിച്ചു. ചെയർമാൻ കെ ജയദേവൻ, സെക്രട്ടറി NM നാരായണൻ നമ്പൂതിരി എന്നിവരുമായി സംഘം ചർച്ച നടത്തി. തലയിൽ തകര ടിൻ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയ മാനിനെ നാട്ടുകാരും വനപാലകരും ചേർന്ന് രക്ഷപ്പെടുത്തി. കൊണ്ടാഴിയിൽ കായാമ്പൂവം വനമേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖലയിലാണ് സംഭവം. റബ്ബർ മരങ്ങളുടെ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്ന പശ കൊണ്ടുവന്ന പഴയ ടിന്നിലാണ് മാനിന്റെ തല കുടുങ്ങിയത്. വനത്തിനുള്ളിൽ കുടിക്കാനാവശ്യമായ വെള്ളം ലഭിക്കാതായതോടെയാണ് ജനവാസ മേഖലയിൽ എത്തിയത് എന്നാണ് നിഗമനം. കെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ തൃത്തല്ലൂർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ക്രിസ്തുമസ് ആഘോഷിച്ചു. ഡോക്ടർ ബിദിഷ രഞ്ജിത്ത് ഉദ്ഘാടനം ചെയ്തു. ജോൺ പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. ട്രസ്റ്റ് അംഗങ്ങളായ NR ജ്ഞാനപ്രകാശൻ, മംഗളാനന്ദൻ വയറ്റാട്ടിൽ, കോമളവല്ലി വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കാരുണ്യയിലെ അമ്മമാർക്കൊപ്പം ക്രിസ്തുമസ് ആഘോഷം നടത്തി. സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തുറയൻ, സെക്രട്ടറി രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത് എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാന ഫോക്ലോർ അവാർഡ് നേടിയ വല്ലഭട്ട കളരി സംഘത്തിലെ KP കൃഷ്ണദാസ് പണിക്കരെ CPM ചാവക്കാട് ലോക്കൽ കമ്മിറ്റി ആദരിച്ചു. NK അക്ബർ MLA, ചാവക്കാട് നഗരസഭ നിയുക്ത ചെയർമാൻ AH അക്ബർ, വാർഡ് കൗൺസിലർ P യതീന്ദ്രദാസ് എന്നിവർ ആദരവ് നിർവഹിച്ചു. ലോക്കൽ സെക്രട്ടറി PS അശോകൻ, ഫിറോസ് തൈപ്പറമ്പിൽ, KS വിഷ്ണു, MB പ്രസന്നൻ, റിയാസ് എന്നിവർ സംസാരിച്ചു. തുമ്പൂരിലെ മുത്തശ്ശിമാവിൽ ഇപ്പോഴും മാമ്പഴക്കാലം. തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പകരുകയാണ് ഈ മാമ്പഴ രുചി. തുമ്പൂരിലെ കളരിക്കൽ തറവാട്ടുപറമ്പിലാണ് ഈ മുത്തശ്ശി മാവുള്ളത്. മാവിന്റെ പ്രായം സംബന്ധിച്ച് മുത്തശ്ശൻ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവുണ്ടെന്ന് തറവാട്ടിലെ പിന്മുറക്കാരനായ 70-കാരൻ മോഹൻദാസ് പറഞ്ഞു. ഞങ്ങളുടെ തറവാട്ട് മാവാണത്. ഒരു 200 വർഷത്തിന് മേലെ ഉണ്ടാവും പഴക്കം. അച്ഛൻ്റെയും അച്ഛൻ്റെ ഒക്കെ പ്രായത്തിൽ ഈ മാവുണ്ട്. ഇത്രയും തന്നെ ഉണ്ട് മാവ്. കുട്ടി സ്കൂള് തൊട്ടടുത്ത സ്കൂളാണ്. സ്കൂൾ കുട്ടികൾ മാവ് നിറയിലും എറിഞ്ഞ് വീഴ്ത്തി മാങ്ങ ഒക്കെ പറക്കിട്ട് തിന്നാറുണ്ട് അവർ. തുമ്പൂരിലെ 2 വിദ്യാലയങ്ങൾക്ക് സമീപത്തായുള്ള മാവിൽ നിന്നുള്ള മാമ്പഴത്തിന്റെയും പച്ചമാങ്ങയുടെയും രുചിയേറിയാത്ത വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല. മാമ്പഴമായും അച്ചാറായും നിരവധി പേരാണ് വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. 2 വിദ്യാലയങ്ങളിലെ തലമുറകളിലെ പഠനം നടത്തിയിരുന്ന 10,000-കണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടുത്തെ മാമ്പഴക്കാലം ആസ്വദിച്ചിട്ടുള്ളത്. നാട്ടുകാർക്കും നിരവധി നല്ല അനുഭവങ്ങളാണ് ഈ മുത്തശ്ശി മാവിനൊപ്പം തഴച്ചു വളർന്നിട്ടുള്ളത്. TCV ന്യൂസ്, മാള. ആല, ചേറ്റുവ, മണപ്പുറം, കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവലിന് കൊടിയേറി. ആവണങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമപ്പണിക്കർ കൊടിയേറ്റം നിർവഹിച്ചു. PS ഷജിത്ത് അധ്യക്ഷനായി. ജനറൽ കൺവീനർ ശ്രേയസ് രാമചന്ദ്രൻ, തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T പ്രേമൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം താര ബാബു, NK ബീദി ഹരൻ, അസീസ് പുറക്കുളം, സുനിത ബാബു എന്നിവർ സംസാരിച്ചു. തുടർന്ന് നക്ഷത്ര പെരിഞ്ഞനത്തിന്റെ വീരനാട്യം അരങ്ങേറി. ഫെസ്റ്റിവൽ 31-ന് സമാപിക്കും. നെന്മണിക്കര മടവാക്കരയിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന മണിമുല്ല മനോഹര കാഴ്ചയാകുന്നു. ഇരിഞ്ഞാലക്കുട സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ മടവാക്കര മാളിയേക്കൽ പറമ്പിൽ
ഷാബുവിന്റെ വീട്ടുമുറ്റവും ടെറസുമാണ് മണിമുല്ലപ്പൂക്കളാൽ നിറഞ്ഞിരിക്കുന്നത്. കുലകളായി പൂവിട്ട മണിമുല്ലയിൽ നിന്നുള്ള സുഗന്ധവും ഏവരെയും ആകർഷിക്കുന്നതാണ്. പെയിന്റിംഗ് കലാകാരനും പ്രകൃതി സ്നേഹിയുമായ ഷാബു സഹപ്രവർത്തകനായ ആലപ്പുഴ സ്വദേശി ആന്റണിയുടെ വീട്ടിൽ മണിമുല്ല പൂത്തു നിൽക്കുന്നത് കണ്ടാണ് അവിടെ നിന്ന് ഒരു തണ്ട് കൊണ്ടുവന്ന് നട്ടത്. 2 വർഷം മുൻപ് നട്ട മണിമുല്ലയുടെ തണ്ട് വീടിന് മുകളിലേക്ക് പടർത്തിവിട്ടെങ്കിലും ഇത്തവണയാണ് പൂവിട്ടത്. 2 ആഴ്ചക്കിടെ വീട്ടുമുറ്റവും ടെറസും മണിമുല്ലപ്പൂക്കളാൽ മൂടിയ നിലയിലാണ്. പോലീസുകാരനായ ഷാബു ജോലിയുടെ തിരക്കിലാകുമ്പോഴെല്ലാം മണിമുല്ല പരിപാലിക്കുന്നത് ഭാര്യ ശ്രുതിയും മക്കളായ ശിവശങ്കറും ശിവദർശും അമ്മയുമാണ്. ഇപ്പൊ ഈ മണിമുല്ല വെച്ചിട്ട് 2 കൊല്ലം കഴിഞ്ഞു. ഇപ്പൊ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു നല്ല ഭംഗിയിൽ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുന്നത്. അപ്പൊ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഇത്രയും നല്ല രീതിയിൽ പടർന്ന് പന്തലിച്ച് വന്നപ്പോൾ പൂവിട്ട് നിൽക്കണ കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. കുറെ പേര് വന്ന് ഫോട്ടോ എടുത്ത് പോകുന്നുണ്ട്, സോഷ്യൽ മീഡിയാസിലൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട്. അതൊക്കെ വളരെ സന്തോഷമാണ്. ഓരോരുത്തർ വന്ന് അതിന്റെ തൈയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ വരുന്നവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാവരുടെ വീട്ടിലിങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കട്ടെ, അത് കാണാനൊരു സന്തോഷമാണല്ലോ. വീട്ടിൽ വിരിഞ്ഞ മണിമുല്ല വസന്തം കൊഴിയുന്നതിനു മുൻപേ തിരിച്ചെത്താനാകുമെന്ന പ്രതീക്ഷയിൽ ശബരിമലയിൽ സേവനമനുഷ്ഠിക്കുകയാണ് ഷാബു. അതേസമയം മണിമുല്ല പൂവിട്ടു നിൽക്കുന്നത് കാണാനെത്തുന്ന സമീപ പ്രദേശത്തുള്ളവരെല്ലാം ഫോട്ടോയും റീൽസുമൊക്കെ എടുത്താണ് മടങ്ങുന്നത്. TCV പുതുക്കാട്. ഗുരുവായൂർ ദേവസ്വത്തിലെ നിലവിലുള്ള താൽക്കാലിക ജീവനക്കാരെ ദേവസ്വം നേരിട്ട് സ്ഥിരപ്പെടുത്തണമെന്ന് ദേവസ്വം പെൻഷനേഴ്സ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ആവശ്യപ്പെട്ടു. അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് കെ ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. കൊച്ചിയിൽ തെച്ചിയിൽ ഷൺമുഖൻ, ശിവദാസ് മൂത്തേടത്ത്, CP ശ്രീധരൻ, CV വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. 70 വയസ്സ് പൂർത്തിയായ 18 പേർക്ക് സപ്തതി പുരസ്കാരവും 50ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന 2 ദമ്പതികൾക്ക് സുവർണ ജൂബിലി പുരസ്കാരവും 75 കഴിഞ്ഞ ദമ്പതിമാർക്ക് പഞ്ചസപ്തതി പുരസ്കാരവും സമ്മാനിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ 126 കസേരകൾ വഴിപാടായി ലഭിച്ചു. പ്രവാസിയായ കൃഷ്ണനാണ് വഴിപാട് സമർപ്പണം നടത്തിയത്. ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഏറ്റുവാങ്ങി. ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ T രാധിക, അസിസ്റ്റന്റ് മാനേജർമാരായ KG സുരേഷ് കുമാർ, CR ലജുമോൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഉയരം കുറവാണെങ്കിലും കായിക രംഗത്ത് ഉയരങ്ങൾ കീഴടക്കുകയാണ് പെരിഞ്ഞനം സ്വദേശിയായ ബൈജു. ഇതിനോടകം കൈവച്ച മേഖലകളിലെല്ലാം മിന്നും നേട്ടമാണ് ബൈജു സ്വന്തമാക്കിയത്. പെരിഞ്ഞനം ആറാട്ടുകടവ് ചെമ്പൻ സുബ്രഹ്മണ്യൻ ജാനകി ദമ്പതികളുടെ മകനായ ബൈജു 2010 മുതലാണ് കായിക രംഗത്ത് ചുവടുറപ്പിക്കുന്നത്. ലോട്ടറി വിൽപ്പനയിലൂടെ ഉപജീവനമാർഗം നേടിയിരുന്ന ബൈജു കഠിന പ്രയത്നത്തിലൂടെയാണ് വിജയവഴികൾ താണ്ടിയത്. ശാരീരിക വൈകല്യമുള്ളവർക്കായി ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനായതോടെയാണ് ബൈജുവിൻ്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകാൻ തുടങ്ങിയത്. 2013 അമേരിക്കയിൽ നടന്ന ഡ്വാർഫ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ യോഗ്യത നേടിയ ബൈജുവിന് സാമ്പത്തിക ബുദ്ധിമുട്ട് വിലങ്ങുതടിയായി. ഏറെ വിഷമിച്ചെങ്കിലും സുഹൃത്തുക്കളും നാട്ടുകാരുമെല്ലാം ഒരുമിച്ച് ചെലവിനുള്ള പണം കണ്ടെത്തിയതോടെ ഒളിമ്പിക്സിൽ മത്സരിച്ചു. തുടർന്നുള്ള വർഷങ്ങൾ ബൈജുവിൻ്റെ മെഡൽ നേട്ടങ്ങളുടേതായിരുന്നു. 2023 തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന പാരാ ബാഡ്മിൻ്റണിൽ സ്വർണവും 2024 ജാർഖണ്ഡിൽ നടന്ന ദേശീയ പാരാ ബാഡ്മിൻ്റണിൽ വെങ്കലവും ബൈജുവിന് സ്വന്തമായി. ഏറ്റവും ഒടുവിലായി തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന പാരാ ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൽ ഡബിൾസിൽ വെള്ളിയും മിക്സഡ് ഡബിൾസിൽ വെങ്കല മെഡലും ബൈജു സ്വന്തമാക്കി. ഡ്വാർഫ് ഒളിമ്പിക്സ് ഞങ്ങളുടെ മാത്രം ഒളിമ്പിക്സിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് കേരളത്തിൽ നിന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ഒരുപാട് മത്സരങ്ങൾ പങ്കെടുത്തു. കൂടാതെ ഞങ്ങൾക്കൊരു സ്പോർട്സ് ക്ലബ്ബുണ്ട്, ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഉയരം കുറഞ്ഞവരുടെ സ്പോർട്സ് ക്ലബ്ബാണ്. അതിൻ്റെ കോച്ചും അതിൻ്റെ അഡ്മിൻ എന്ന് പറയുന്നത് തലശ്ശേരിയുള്ള റാഷിദ് ആണ്. അതിൽ ഞങ്ങൾ പോലെ ഒരു 30 പേരുണ്ട്. അവരൊക്കെ ഒരു നല്ല സ്പോർട്സ് രംഗത്തേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഡൽഹിയിൽ നടന്ന ഖേലോ ഇന്ത്യയിൽ കേരളത്തിൻ്റെ പ്രതിനിധിയായിരുന്ന ബൈജു നിലവിൽ ഉയരം കുറഞ്ഞവരുടെ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ, ലിറ്റിൽ പീപ്പിൾ സ്പോർട്സ് ക്ലബ്ബിലെ ഫുട്ബോൾ ടീം ഗോൾ കീപ്പർ തുടങ്ങിയ പദവികളിൽ സജീവമാണ്. തലശ്ശേരിക്കാരനായ റാഷിദിന് കീഴിലാണ് പരിശീലനം. കായിക മേഖലയിൽ മെഡലുകൾ വാരിക്കൂട്ടുമ്പോഴും വെള്ളിത്തിരയിലും ബൈജു തൻ്റെ സാന്നിധ്യം അറിയിച്ചു. അത്ഭുത ദ്വീപ്, ബെസ്റ്റ് ആക്ടർ, നൈറ്റ് ഡ്രൈവ് എന്നീ സിനിമകളിലും നിരവധി ഹ്രസ്വ ചിത്രങ്ങളിലും അഭിനയിച്ച ബൈജു
സ്പോർട്സും സിനിമയും ഒരുപോലെ തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചു. 2026 നടക്കുന്ന ദേശീയ പാരാ ബാഡ്മിൻ്റൺ മത്സരത്തിലേക്കും യോഗ്യത നേടിയിരിക്കുകയാണ് ഈ 43-കാരൻ. TCV കയ്പമംഗലം. ചേരമാൻ ജുമാ മസ്ജിദ് മഹല്ലിന് കീഴിലുള്ള താജ് യൂത്ത് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു. നിയുക്ത നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ് ഉദ്ഘാടനം നിർവഹിച്ചു. മഹല്ല് പ്രസിഡന്റ് NA റഫീഖ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ MK സഗീർ, ഖത്തീബ് അബ്ദുൽ അസീസ് നിസാമി, ഹിഷാം അദനി, AA നൌഷാദ്, അബ്ദുൽ റഹ്മാൻ ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,735 രൂപ, പവന് 1,01,880 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. ഡോക്ടർ നിജി ജസ്റ്റിൻ തൃശൂർ കോർപ്പറേഷൻ മേയറാകും. A പ്രസാദ് ഡെപ്യൂട്ടി മേയർ. എതിർപ്പുകളില്ലാതെയാണ് തീരുമാനമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. ക്രിസ്മസ് ദിനത്തിൽ കിട്ടിയ സമ്മാനമാണ് മേയർ സ്ഥാനമെന്ന് ഡോക്ടർ നിജി ജസ്റ്റിൻ. എല്ലാവരെയും ഒത്തൊരുമിച്ച് കൊണ്ടുപോകുമെന്നും പ്രതികരണം. തൃശൂരിനെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ലക്ഷ്യമെന്ന് A പ്രസാദ്. കൊണ്ടാഴി കായാമ്പൂവത്ത് തീപിടുത്തം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ പരിധിയിലുള്ള സ്ഥലത്താണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. കാട്ടൂർ തെക്കുംപാടത്ത് 4 ഏക്കറോളം നെൽകൃഷി വെള്ളം ലഭിക്കാതെ ഉണങ്ങുന്നു. കർഷക സംഘത്തിന് പണമടച്ചിട്ടും വെള്ളം നൽകുന്നില്ലെന്ന് പരാതി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.